നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തിരൂർ വെട്ടം സ്വദേശിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന 78-കാരനാണ് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത്. ബീരാഞ്ചിറയിലും പരിസര പ്രദേശത്തും രൂക്ഷമായ തെരുവ് നായ ആക്രമണം. ചെറിയ പറപ്പൂർ സ്വദേശിയായ വയോധികയ്ക്ക് കടിയേറ്റു. തിരൂർ നഗരസഭയിലെ നവീകരിച്ച കാടായിത്തോട് ഹാരിസ് ബീരാൻ MP ഉദ്ഘാടനം ചെയ്തു. കുറുക്കുളി മൊയ്തീൻ MLA അധ്യക്ഷത വഹിച്ചു. ലോക ഹൃദയ ദിനത്തോടനുബന്ധിച്ച് തിരൂർ ശിഹാബ് തങ്ങൾ ആശുപത്രിയുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ഡോക്ടർ സാദത്ത് പരീദ് നേതൃത്വം നൽകി. തിരുനാവായയിൽ വെച്ച് നടന്ന മുസ്ലിം യൂത്ത് ലീഗ് സമ്മേളനം പൊതുസമ്മേളനത്തോടെ സമാപിച്ചു. പൊതുസമ്മേളനം മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി MP മുഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്തു. പരപ്പനങ്ങാടി അരിയല്ലൂർ MVHSSലെ സൗഹൃദ ക്ലബിന്റെ നേതൃത്വത്തിൽ നിയമബോധവൽക്കരണ ക്ലാസ് നടത്തി. സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് ഹരീഷ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. തിരൂർ വെട്ടം സ്വദേശിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മലപ്പുറം തിരൂർ വെട്ടം സ്വദേശിയായ 78-കാരന് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. ശനിയാഴ്ച രാത്രിയാണ് രോഗലക്ഷണങ്ങളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ രോഗം സ്ഥിരീകരിക്കുകയായിരുന്നു. ഇയാളുടെ നില ഗുരുതരമാണ്. നിലവിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 4-ഉം മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ 4-മായി ആകെ 8 പേരാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. പന്തിരങ്കാവ് സ്വദേശിനി രോഗമുക്തി നേടി ആശുപത്രി വിട്ടു. വെട്ട് ന്യൂസ് തിരൂർ. ബീരാഞ്ചിറയിലും പരിസര പ്രദേശത്തും രൂക്ഷമായ തെരുവ് നായ ആക്രമണം. ചെറിയ പറപ്പൂർ സ്വദേശിയായ വയോധികയ്ക്ക് കടിയേറ്റു. ചെറിയ പറപ്പൂർ സ്വദേശിയായ പടിക്കപ്പറമ്പിൽ ജാനകിയെയാണ് തെരുവ് നായ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. ഇവരെ തിരൂർ ജില്ലാ ആശുപത്രിയിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പൊതുപ്രവർത്തകരായ റാഫി ബീരാഞ്ചിറ, നാസർ തെക്കരകത്ത്, ഹമീദ് ചെമ്മല, സെർജുമോൻ, അലിമോൻ എന്നിവർ വിവരമറിയിച്ചതിനെ തുടർന്ന് തൃപ്രങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് ശാലിനി, വൈസ് പ്രസിഡന്റ് ഫുക്കാർ, സെക്രട്ടറി, മെഡിക്കൽ ഓഫീസർ, ഹെൽത്ത് ഇൻസ്പെക്ടർ, LI, ക്ലർക്ക് എന്നിവർ സ്ഥലത്തെത്തുകയും കടിയേറ്റ വ്യക്തിയുടെ വീട് സന്ദർശിച്ചു. രൂക്ഷമായ തെരുവുനായ ശല്യം കാരണം കുട്ടികൾക്കും മുതിർന്നവർക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് പൊതുപ്രവർത്തകരും നാട്ടുകാരും പഞ്ചായത്ത് ഉദ്യോഗസ്ഥരെ അറിയിച്ചു. വെട്ട ന്യൂസ് തിരുനാവായ. തിരൂർ നഗരസഭയിലെ നവീകരിച്ച കാടായിത്തോട് ഹാരിസ് ബീരാൻ MP ഉദ്ഘാടനം ചെയ്തു. കുറുക്കുളി മൊയ്തീൻ MLA അധ്യക്ഷത വഹിച്ചു. 6 വാർഡുകളിലൂടെ കടന്നുപോകുന്ന കാടായിത്തോട് കോൺക്രീറ്റ് ഭിത്തി കെട്ടിയാണ് നവീകരിച്ചത്. നഗരസഞ്ചയം പദ്ധതിയിൽ ലഭിച്ച 2 കോടി രൂപ ചെലവഴിച്ചാണ് നവീകരണം. വർഷങ്ങളായി മാലിന്യം നിറഞ്ഞതും ഭിത്തി തകർന്നതും നശിച്ചു കിടക്കുകയുമായിരുന്നു തോട്. നവീകരിച്ച കാടായിത്തോട് ഹാരിസ് ബീരാൻ MP ഉദ്ഘാടനം ചെയ്തു. കുറുക്കുളി മൊയ്തീൻ MLA അധ്യക്ഷത വഹിച്ചു. നഗരസഭാധ്യക്ഷ AP നസീമ, ഉപാധ്യക്ഷൻ P രാമൻകുട്ടി, പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് S ഗിരീഷ്, കീഴടത്തിൽ ഇബ്രാഹിം ഹാജി, കൊക്കോടി മൊയ്തീൻകുട്ടി ഹാജി, V ഗോവിന്ദൻകുട്ടി, യാസിർ പയ്യോളി, PV സമദ്, കൗൺസിലർമാരായ KK അബ്ദുൽ സലാം, ഫാത്തിമത്ത് സജ്ന തുടങ്ങിയവർ പ്രസംഗിച്ചു. വെട്ടം ന്യൂസ് തിരൂർ. ലോക ഹൃദയ ദിനത്തോടനുബന്ധിച്ച് തിരൂർ ശിഹാബ് തങ്ങൾ ആശുപത്രിയുടെ നേതൃത്വത്തിൽ ഫാത്തിമ ഹെൽത്ത് കെയറുമായി സഹകരിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. സൗജന്യ ഹൃദ്രോഗ മെഡിക്കൽ ക്യാമ്പ്, ബോധവൽക്കരണ പരിപാടികൾ തുടങ്ങി വിവിധ പരിപാടികൾക്ക് ഡോക്ടർ സാദത്ത് പരീദ് നേതൃത്വം നൽകി. ഹോസ്പിറ്റൽ ചെയർമാൻ അബ്ദുറഹ്മാൻ രണ്ടത്താണി, ഫാത്തിമ ഹെൽത്ത് കെയർ CEO ഡോക്ടർ ബിബിൻ മുഹമ്മദ് എന്നിവർ വരാനിരിക്കുന്ന വലിയ പദ്ധതികൾ വിശദീകരിക്കുകയും പ്രദേശത്ത് ഹൃദ്രോഗ ചികിത്സാരംഗത്തെ അവസാന വാക്കായി ശിഹാബ് തങ്ങൾ ഹോസ്പിറ്റൽ മാറുമെന്നും പറഞ്ഞു. 1.5 കോടിയോളം രൂപ വിവിധ ഇനങ്ങളിൽ ചികിത്സാ ഇളവുകൾ തന്നെ ഈ ആശുപത്രി അനുവദിച്ചിട്ടുണ്ട്. അതിന് നല്ലൊരു
വിഭാഗം വിനിയോഗിച്ചത് ഹൃദ്രോഗ ചികിത്സാ വിഭാഗത്തിലാണ്. ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പോൾ നല്ല വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഫാത്തിമ ഹെൽത്ത് കെയർ ഗ്രൂപ്പിൻ്റെ CEO ആണ്. അപ്പോൾ ഞങ്ങളാണ് ഇവിടുത്തെ കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് റൺ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മളിത് വൺ ഇയറായി നമ്മളിത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ ഇതുവരെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ സാധാരണ എമർജൻസി ചെയ്തുകൊണ്ടിരുന്നതായിട്ടുള്ള ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി പോലുള്ള പ്രൊസീജിയറാണ് നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് ഫേസിലേക്ക് കടക്കുകയാണ്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ലോകത്ത് എവിടെയൊക്കെ നമുക്ക് എന്തൊക്കെ ചികിത്സ കാർഡിയാക്കിന് കിട്ടുമോ അതെല്ലാം നമ്മൾ ഈ ഹോസ്പിറ്റലിൽ നമ്മുടെ ഈ തിരുവിൻ്റെ മണ്ണിൽ കൊണ്ടുവരാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പിഞ്ച് കുട്ടികൾക്കും ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പീഡിയാട്രിക് കാർഡിയോളജി വിഭാഗവും നമ്മളോട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കുട്ടികളിൽ വരുന്ന ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളും ഹോളുകളടക്കം നമുക്കിവിടെ ഓപ്പറേഷൻ ഇല്ലാതെ ചെയ്യുന്ന രീതിയിലേക്ക് ചെയ്യാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മളോട് ചെയ്തു വെച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന സെൻറ്ററുള്ള സ്ഥലങ്ങൾക്ക് വളരെയധികം നമുക്ക് പേഷ്യൻസിനെ ഉപകാരപ്രദമായിരിക്കും. ഹോസ്പിറ്റൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് മുസമ്മിൽ, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ അൽത്താഫ് കണ്ണത്ത്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ റഷീദ്, മാനേജർ ഫസലുദ്ദീൻ, ഓപ്പറേഷൻ ഇൻചാർജ് അബ്ദുൽ വഹാബ്, PROമാരായ ഷംസുദ്ദീൻ കുന്നത്ത്, റസാഖ്, സുഹൈൽ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. വെട്ടൻ ന്യൂസ്, തിരൂർ. അനീതിക്കെതിരെ യുവതയുടെ തിരുത്ത് എന്ന പ്രമേയത്തിൽ തിരുനാവായയിൽ വെച്ച് നടന്ന മുസ്ലിം യൂത്ത് ലീഗ് സമ്മേളനം പൊതുസമ്മേളനത്തോടെ സമാപിച്ചു. പൊതുസമ്മേളനം മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി MP മുഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്തു. പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കാരത്തൂരിൽ നിന്നും തിരുനാവായയിലേക്ക് നടന്ന യുവജന ജാഥയിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. ശേഷം തിരുനാവായയിൽ നടന്ന പൊതുസമ്മേളനം മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി MP മുഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് മുഖ്യപ്രഭാഷണം നടത്തി. കുർക്കോളി മൊയ്തീൻ MLA, ജംഷീർ അലി ഹുദവി എന്നിവർ പ്രഭാഷണം നടത്തി. ഫൈസൽ എടശ്ശേരി, VP കുഞ്ഞാലി, ലത്തീഫ് പള്ളത്ത്, KK റിയാസ്, ഷുഹൈബ് ആയപ്പള്ളി, താജുദ്ദീൻ പല്ലാർ, VP കബീർ, ഹംസ കോന്നല്ലൂർ, K ലുക്മാൻ എന്നിവർ പ്രസംഗിച്ചു. വെട്ടൻ ന്യൂസ്, തിരുനാവായ. പരപ്പനങ്ങാടി അരിയലൂർ MV ഹയർ സെക്കൻഡറി സ്കൂൾ സൗഹൃദ യൂണിറ്റിന്റെയും ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി മഞ്ചേരി, താലൂക്ക് ലീഗൽ സർവീസ് സൊസൈറ്റി തിരൂരങ്ങാടിയുടെയും നേതൃത്വത്തിൽ നിയമബോധവൽക്കരണ ക്ലാസ് നടത്തി. അരിയലൂർ MV ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് ഹരീഷ് ഉദ്ഘാടനം ചെയ്തു. റാഗിംഗ്, പോക്സോ, ലഹരി, ഗാർഹിക പീഡനം, ബസ്സിൽ കുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അത്തരം പ്രശ്നങ്ങൾക്കുള്ള നിയമപരിഹാരം എന്നിവ കുട്ടികളെ ബോധ്യപ്പെടുത്തി. പ്രസ്തുത ചടങ്ങിൽ PTA പ്രസിഡന്റ് സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ബൻഷിദ ക്ലാസ് നയിച്ചു. നേരിട്ട് ഡിസ്കഷനിൽ പങ്കെടുക്കാൻ മടിയുള്ള കുട്ടികൾക്ക് പേഴ്സണലായി കാര്യങ്ങൾ ചോദിക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി. വിദ്യാർത്ഥിനികൾ വളരെ വികാര നിർഭരരായാണ് വക്കീലുമായി അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചത്. ചടങ്ങിൽ പ്രോസ് സർവർ കവിത, തിരൂരങ്ങാടി താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി അംഗം ഖൈറുന്നിസ എന്നിവർ സംസാരിച്ചു. സൗഹൃദ കോർഡിനേറ്റർ സുധീഷ് സ്വാഗതവും മീനാക്ഷി നന്ദിയും പറഞ്ഞു. വെട്ടൻ ന്യൂസ്, പരപ്പനങ്ങാടി. പ്രൈം ടുഡേ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.